ഓക്കെ ഡിയർ ടീച്ചേഴ്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു kite2school.in എന്നുള്ള യൂസർ നെയിമും പാസ്വേഡും വെച്ച് എങ്ങനെയാണ് ഒരു ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത kite2school.in എന്നുള്ള ഒരു ഗൂഗിൾ ID നമുക്ക് കാണാൻ കഴിയും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്താൽ ഉടനെ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആവുന്നു. ഈ സൈഡിലായിട്ട് ജിമെയിൽ എന്ന് കാണും, ഇമേജ് ജിമെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഡോട്ട്സ് കണ്ടാൽ നമുക്ക് ചിലപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂം കണ്ടെന്നിരിക്കില്ല, കാരണം നമ്മൾ ആ ഗൂഗിൾ ക്ലാസ് റൂമിൽ എത്തിയിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ജിമെയിൽ വഴിയാണ് ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് എത്തുക. അപ്പോൾ ജിമെയിൽ എന്ന് ഓപ്പൺ ആവുന്നു. ഈ ജിമെയിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഗൂഗിൾ ആപ്സ് എന്നുള്ള ഈ 9 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ആപ്സുകൾ, ഗൂഗിളിൻ്റെ ഡിഫറെൻറ്റ് ആപ്സ് കാണാൻ കഴിയും. അതിൽ നമുക്ക് എന്താണ് ക്ലാസ് റൂം കണ്ടു. ക്ലാസ് റൂം എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ, ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാസ്സും കാണുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാനിപ്പോൾ ഒരു ക്ലാസ് ടീച്ചർ, അല്ലെങ്കിൽ നിങ്ങളൊരു ടീച്ചറാണ് അല്ലേ, നമ്മളൊരു ടീച്ചറാണെങ്കിൽ നമുക്കൊരു ക്ലാസ് ഉണ്ട്. ഹയർ സെക്കൻഡറി ആണെങ്കിൽ ഒരു ക്ലാസ് +1ഉം ഒരു ക്ലാസ് +2 ഉണ്ടാവും. 10th ആണെങ്കിൽ നിങ്ങൾ സബ്ജക്റ്റ് വൈസ് അങ്ങനെ ഉണ്ടാവും. ഇവിടെ നമ്മൾക്ക് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ +2ൻ്റെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വലത് സൈഡിൽ ഈ പ്ലസ് എന്നുള്ള ചിഹ്നം ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ 2 ഓപ്ഷൻസ് വരുന്നു, ജോയിൻ ക്ലാസ് ആൻഡ് ക്രിയേറ്റ് ക്ലാസ്. ജോയിൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ടീച്ചർ ഉണ്ടാക്കിയ ക്ലാസ്സിലേക്ക് കടക്കാനുള്ളതാണ്. എന്നാൽ ക്രിയേറ്റ് ക്ലാസ് എന്താണ്, ടീച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് സെലക്ട് ചെയ്യുന്നു, ക്രിയേറ്റ് ക്ലാസ്. ഇവിടെ ക്ലാസ്സിൻ്റെ പേര് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏത് ക്ലാസ്സാണ് നമ്മൾക്ക്, നമ്മുടെ ക്ലാസ് ഏതാണെന്ന് അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് വിശദമായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, കാരണം നമ്മുടെ ക്ലാസ്സിൻ്റെ പേരാണല്ലേ. +2 കൊമേഴ്സ് എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്തത്. +2 കൊമേഴ്സ് ആണ്. സെക്ഷൻ C2, നമ്മളിപ്പോൾ +2ൻ്റെ ആയതുകൊണ്ട് C2. സബ്ജക്റ്റ്, എൻ്റെ സബ്ജക്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, റൂം എന്ന് പറഞ്ഞ് ജസ്റ്റ് 1 എന്നോ 2 എന്നോ എന്തായാലും അത് നിങ്ങളുടെ ചോയ്സ്. ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ +2 കൊമേഴ്സ് സബ്ജക്റ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ അപ്പോൾ നമ്മൾക്ക് കുറച്ച് നെറ്റിനനുസരിച്ച് കുറച്ച് സമയം എടുക്കും. ഇവിടെ നമ്മൾക്ക് ചോദിക്കുന്നുണ്ട് ജനറേറ്റ് മീറ്റ് ലിങ്ക് എന്നും എടുക്കുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, വിസിബിൾ ടു സ്റ്റുഡൻറ്റ്, ജനറേറ്റ് മീറ്റ് ലിങ്ക് അല്ലെങ്കിൽ വിസിബിൾ ടു സ്റ്റുഡൻസിന് കാണുന്ന രീതിയിൽ മീറ്റ് ലിങ്ക് ജനറേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മളിവിടെ കോട്ടിട്ട് അടിച്ചിട്ട് പിന്നെ തീരുമാനിക്കാം. അപ്പോൾ +2 കൊമേഴ്സാണ്. അപ്പോൾ നമ്മൾക്ക് എൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ +2 കൊമേഴ്സിലെ കമ്പ്യൂട്ടറാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾക്കിവിടെ തുറന്ന് കിട്ടുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സാണ് ഇട്ടത്. ഇതാണ് നമ്മുടെ ക്ലാസ്. ഇവിടെ സ്ട്രീം, ക്ലാസ് വർക്ക്, പീപ്പിൾ, ഗ്രേഡ് എന്ന് പറഞ്ഞ് 4 പ്രധാനമായിട്ടുള്ള മെന്യൂസ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ സ്ട്രീം, ക്ലാസ് വർക്ക്, പീപ്പിൾ മാത്രമാണ് മൊബൈലിൽ കാണാൻ കഴിയുള്ളൂ. ഗ്രേഡ്സ് മൊബൈലിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ടീച്ചേഴ്സിനോട് നമ്മൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് സ്ട്രീമും ക്ലാസ് വർക്കും പീപ്പിളും മാത്രമേ കാണാൻ കഴിയുള്ളൂ, ഗ്രേഡ്സ് കാണാൻ കഴിയില്ല, കാരണം കുട്ടികൾ കൂടുതലും മൊബൈലായിരിക്കും യൂസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ, കാരണം ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സബ്ജക്റ്റ് ആയതുകൊണ്ട് എനിക്കൊരു തീം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നെങ്കിൽ അത് തന്നെ ആക്കാം. ഇവിടെ എനിക്ക് ഓൾറെഡി ഒരു കമ്പ്യൂട്ടറിൻ്റെ തീം ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് സെലക്ട് ക്ലാസ് തീം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുന്നു. എൻ്റെ ക്ലാസ്സിൻ്റെ തീം ചേഞ്ച് ചെയ്തു. അപ്പോൾ കുട്ടികൾക്കും വേഗം മനസ്സിലാക്കാം ഇത് കമ്പ്യൂട്ടർ ക്ലാസ്സാണ്. കുറേ ക്ലാസ്സുകൾ കുട്ടികൾ കാണുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് അതിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു തീമൊക്കെ സെലക്ട് ചെയ്യുന്നത്. അതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനി നമുക്ക് ആദ്യമായിട്ട് നമുക്കൊരു കാര്യം പഠിക്കാം. നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു +2 കൊമേഴ്സ് തുടങ്ങി, +2 കൊമേഴ്സിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ പോകുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു C++ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് C++ പ്രോഗ്രാം എൻ്റർ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ കുട്ടികൾക്ക് ഒരു വീഡിയോ ആണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു,
വീഡിയോ കാണാൻ. ഇപ്പോൾ നിങ്ങൾ എപ്പോൾ ഓപ്പൺ ചെയ്താലും നമുക്ക് സ്ട്രീമാണ്, ഈ ഒരു വിൻഡോ ആണ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്കൊന്നും കാണുന്നില്ല. പക്ഷേ ഇവിടെ താഴെ എന്തുണ്ട്, ക്രിയേറ്റ് ആൻഡ് ഷെഡ്യൂൾ അനൗൺസ്മെൻറ്റ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. റെസ്പോണ്ട് ടു സ്റ്റുഡൻറ്റ് പോസ്റ്റ്, ഇതൊക്കെ നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയും. കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ ക്ലാസ് ഇയർ, ഇവിടെയാണ് നമ്മൾ ക്ലാസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് കുട്ടികൾ ക്ലാസ് തുറക്കുമ്പോൾ കാണുന്ന വിൻഡോ ആണിത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ഒരു ചെറിയൊരു ക്ലാസ് വർക്ക് എന്താണ് എൻ്റെ ക്ലാസ് വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു മെറ്റീരിയൽ, എനിക്ക് ഫസ്റ്റ് കുട്ടികൾക്ക് കൊടുക്കാനുള്ളൊരു മെറ്റീരിയലാണ് ടൈറ്റിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജീനി എന്നുള്ള കമ്പ്യൂട്ടർ ആണ് എൻ്റെ ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, C++ എന്നുള്ള പ്രോഗ്രാമിംഗ് എന്നാണ് എൻ്റെ ഫസ്റ്റ് ടൈറ്റിൽ. ഇതാണ് ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 1 എന്ന് കൊടുത്തു. C++ പ്രോഗ്രാമിംഗ് ആണ്. ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നമ്മൾ എന്താണ്, ജീനി എന്നുള്ള പ്ലാറ്റ്ഫോം ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. എന്താണ് ഇതിൽ വരുന്നത് എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു എന്നുള്ളൂ. ജീനി പ്ലാറ്റ്ഫോം ഡിസ്കഷനാണ്. ഇനി എന്ത് വേണം എനിക്ക്, ഈ ജീനി പ്ലാറ്റ്ഫോം ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് അതിനനുസരിച്ചൊരു വീഡിയോ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ വീഡിയോ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ ആഡ് എന്നുള്ള ഒരു ബട്ടൺ കാണാൻ കഴിയും നിങ്ങൾക്ക് താഴെ. അതായത് ടൈറ്റിൽ കഴിഞ്ഞു, ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞു, ഓപ്ഷനിലാണ് ഡിസ്ക്രിപ്ഷനൊക്കെ എങ്കിലും ആഡ്. ഇവിടെ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്, ലിങ്ക് ഉണ്ട്, ഫയലുണ്ട്, യൂട്യൂബ് ഉണ്ട്. ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഇപ്പോൾ ഒരു ഡോട്ട് വെച്ചിട്ട് നമ്മൾക്കൊരു ഡ്രൈവ് കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും കാണാൻ. അപ്പോൾ ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ, നമ്മുടെ ഗൂഗിളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന സാധനമാണ് ഡ്രൈവ്. ലിങ്ക് എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിലെ ലിങ്കാണ്. കൂടുതലായിട്ട് നമ്മൾ ലിങ്ക് യൂസ് ചെയ്യായിരിക്കും നല്ലത്. ലിങ്ക് ആകുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ് വരില്ല. ലിങ്ക് ആയിരിക്കും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് നല്ലത്. ഫയൽ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഇപ്പോൾ ഫയൽ നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഫയൽ എന്ന് ക്ലിക്ക് ചെയ്താൽ ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ എന്ത് തന്നെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു വെച്ചാലും അത് നമുക്കിവിടെ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ എന്ത് പറഞ്ഞു, യൂട്യൂബ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് തുറക്കുന്നു. അപ്പം നമ്മൾക്ക് എവിടെ നിന്നാണ് എടുക്കുന്നത്, ഇപ്പോൾ എൻ്റെ ഒരു ചാനലാണ് ജസ ലേണിംഗ് റൂം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചാനൽ ഞാനിവിടെ അടിച്ചു കൊടുത്താൽ എനിക്ക് എന്താണ് നേരിട്ടിട്ട് ആ ചാനലിലോട്ട് കയറാൻ കഴിയും. ഇതിലേതാണ് എനിക്ക് വേണ്ടത് എന്ന് എനിക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്ലാസ്സുകളും കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ C++ൻ്റെ ട്യൂട്ടോറിയലാണ് എനിക്കിവിടെ കൊടുക്കുന്നത്. അപ്പോൾ C++ പ്രാക്ടിക്കൽ ട്യൂട്ടോറിയൽ എന്നുള്ള ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തു, ആഡ് എന്നടിച്ചു. ജസ്റ്റ് ആഡ് എന്ന് കൊടുത്താൽ മതി. ഇവിടെ എന്താണ് 10 മിനിറ്റിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ആണ് ഇത് എന്ന് അവർ പറയും. ഇനി ഈ വീഡിയോനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതണമെങ്കിൽ നമുക്കിവിടെ താഴെ എഴുതാം. ഇത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതിനുള്ള എന്താണ് നിങ്ങൾക്ക് കുട്ടികൾക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ അതൊക്കെ പറഞ്ഞ് നമ്മൾക്കത് കുട്ടികളോട് പറയാനൊക്കെ കഴിയും. ഇത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എവിടേക്കാണ് നമ്മൾ. അപ്പോൾ ഞാനിവിടെ ഒരൊറ്റ ക്ലാസ് റൂം ആയതുകൊണ്ട് ഇവിടെ +2 കൊമേഴ്സ് എന്ന് മാത്രമേ വരുള്ളൂ. ഓൾ സ്റ്റുഡൻസ്, ആർക്കാണ്, എല്ലാ സ്റ്റുഡൻസിനും വേണം. ടോപ്പിക്, അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ക്രിയേറ്റ് ടോപ്പിക്. ഒരു ടോപ്പിക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ടോപ്പിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ടോപ്പിക്ക് തന്നാൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് കൊടുക്കാം. നമുക്കിപ്പോൾ റിവ്യൂ ഓഫ് C++ എന്നുള്ള ഒരു ചാപ്റ്റർ എനിക്കുണ്ട്. അപ്പോൾ റിവ്യൂ ഓഫ്, അതായത് C++നെ പറ്റിയിട്ട് കൂടുതൽ കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ചാപ്റ്ററാണ് റിവ്യൂ ഓഫ് C++ എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ കൊടുത്തത്. ഇനി എന്ത് ചെയ്യുന്നു, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഞാൻ പോസ്റ്റ് കൊടുത്തു, പോസ്റ്റിംഗ് വന്നു. അപ്പോൾ അവിടെ കുട്ടികളുടെ പ്ലാറ്റ്ഫോമിൽ എന്ത് നമുക്ക് കാണാൻ കഴിയും, കുട്ടികൾക്ക് ഈ വിൻഡോയിൽ C++ പ്രോഗ്രാമിംഗ് എന്നുള്ള ഈ 1 എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, ഇത് തുറക്കുമ്പോൾ ജീനിയുടെ പ്ലാറ്റ്ഫോം ഡിസ്കഷനാണ് C++ പ്രാക്ടിക്കൽ ട്യൂട്ടോറിയൽ. ആ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ അവർക്ക് കാണാൻ കഴിയും. ആ വീഡിയോ നോക്കിയിട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ ഇതിൽ എന്താണോ കൊടുത്തത് വെച്ചാൽ അതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി വ്യൂ മെറ്റീരിയൽ എന്നുള്ളതിൽ പോയാലും നമുക്കിത് തന്നെ കാണാൻ കഴിയും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കുട്ടികൾ കണ്ടു. ഇനി എന്താണ്, കുട്ടികൾക്ക് എന്തെങ്കിലും ടീച്ചറോട് പറയണമെങ്കിൽ അത് കുട്ടികളുടെ എവിടെ പോകണം,
അതിനുള്ള സ്ഥലം ആ കുട്ടികളുടെ എവിടെ ഉണ്ടാവും, നമ്മുടെ കുട്ടികൾ തുറക്കുന്ന ആ ക്ലാസ്സിലുണ്ടാവും. ഇനി നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ +2 സയൻസ് അല്ലെങ്കിൽ +2 കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ ക്ലാസ്സസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫസ്റ്റ് വന്നിട്ടുള്ള ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരും. അപ്പോൾ നമുക്ക് എപ്പോഴും തിരിച്ചു പോകാൻ ഈ മെനു ക്ലിക്ക് ചെയ്യുക, ക്ലാസ്സസ് എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ വരും. അപ്പോൾ നമ്മൾക്ക് എടുത്തിട്ട് വീണ്ടും നമുക്ക് ഇനി എന്താണ് മെറ്റീരിയൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ എത്തിച്ചേരുന്നത് എവിടെയാണ്? ഈ സ്ട്രീമിലാണ് എത്തിച്ചേരുക. ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടി? ഒരു അനൗൺസ്മെൻറ്റ് വേണം. എന്താണ് അനൗൺസ്മെൻറ്റ്? ഗൂഗിൾ മീറ്റ്, എനിക്ക് ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ട് ഇന്ന സമയത്ത്. അപ്പോൾ ഗൂഗിൾ മീറ്റ് അറ്റ് 8:30 PM എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സമയം കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നു? പോസ്റ്റ് ചെയ്താൽ നമുക്ക് എന്താണ് പോസ്റ്റ് ചെയ്താൽ കുട്ടികൾക്ക് എത്തി അവിടെ ഗൂഗിൾ മീറ്റ് ഉണ്ട്, 8:30 നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് ഉണ്ട് എന്ന്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇപ്പോൾ 2 വർക്കാണ് ഇപ്പോൾ ഞാൻ കൊടുത്തത്. ഇപ്പോൾ ക്ലാസ് വർക്കിൽ മെറ്റീരിയൽ കാണും, സ്ട്രീമിൽ അതായത് കുട്ടികൾ തുറക്കുമ്പോൾ തന്നെ ഗൂഗിൾ മീറ്റ് ഉണ്ട്, 8:30 ഗൂഗിൾ മീറ്റ് ഉണ്ട്. പിന്നെ എന്താ പറഞ്ഞത്? ഒരു മെറ്റീരിയൽ ടീച്ചർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗൂഗിൾ മീറ്റ് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ എന്തെങ്കിലും കമൻറ്റ് നമുക്ക് കൊടുക്കാം. ഇങ്ങനെ ഗൂഗിൾ മീറ്റ് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഗൂഗിൾ മീറ്റ്, എല്ലാവരും പങ്കെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്ലാസ് കമൻറ്റ് കൊടുക്കാം. ഇതെന്താണ്? അനൗൺസാണ്. അപ്പോൾ കുട്ടികളുടെ ജിമെയിലിൽ എന്ത് വരും? ടീച്ചർ ഇന്ന സമയത്തൊരു ഗൂഗിൾ മീറ്റ് വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു റിമൈൻഡർ കുട്ടികൾക്ക് കൊടുക്കുന്നു. ഇനി വീണ്ടും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ് വർക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ ക്രിയേറ്റിൽ പോയിട്ട് വീണ്ടും ക്വസ്റ്റ്യൻസ് കൊടുക്കാം, മെറ്റീരിയൽ കൊടുക്കാം, ടോപ്പിക് എന്തെങ്കിലും അസൈൻമെൻറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഒരു അസൈൻമെൻറ്റ് കൊടുത്തു നോക്കാം അല്ലേ? അപ്പോൾ കുട്ടികൾക്കൊരു അസൈൻമെൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അസൈൻമെൻറ്റ് ഇതേപോലെ ടൈറ്റിലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു അസൈൻമെൻറ്റ് കൊടുക്കുകയാണ്. C++ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക് എന്താണ് ഇവിടെ ടോപ്പിക്ക് എന്നുള്ളതിൽ റിവ്യൂ ഓഫ് C++ എന്ന് സെലക്ട് ചെയ്യുക. ആ ടോപ്പിക്കിൽ 2 എന്ന് പറഞ്ഞിട്ട് എന്ത് അസൈൻമെൻറ്റ് കൊടുക്കുക? റൈറ്റ് എ പ്രോഗ്രാം, എന്തെങ്കിലും നിങ്ങളുടെ ഓരോരുത്തരുടെ സബ്ജക്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു അസൈൻമെൻറ്റ് കൊടുക്കാം. ടു ഡിസ്പ്ലേ എനി മെസ്സേജ്, എന്തെങ്കിലും ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനാണ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസിൽ വേണമെങ്കിൽ ഓപ്ഷനിലാണ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇന്ന കാര്യങ്ങൾ വേണമെന്നൊക്കെ കൊടുക്കാം. ഇനി എന്ത് ചെയ്യുന്നു? കുട്ടികൾ ജസ്റ്റ് കുട്ടികളോട് പറഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യും? ആ അസൈൻമെൻറ്റ് കൊടുക്കും. പിന്നെ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യാനൊന്നും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? അസൈൻ. അതിന് മുന്നേ നമ്മൾ ചെയ്ത പോലെ പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഇതിൽ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ അസൈൻമെൻറ്റിനൊരു 10 പോയിൻ്റ് കൊടുക്കാം. ഇവിടെ പ്രധാനമായിട്ട് അസൈൻമെൻറ്റ് കൊടുക്കുമ്പോൾ ഡ്യൂ ഉണ്ട്. ഡ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഡ്യൂ ഡേറ്റ് കൊടുക്കുകയാണ്. നിങ്ങൾ ഇന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യണം. ഇന്ന് 9 ആണെങ്കിൽ 11th സബ്മിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഡ്യൂ ഡേറ്റ് കൊടുക്കാം. ഒരു 11:59 PM ആകുമ്പോഴേക്കും എനിക്ക് ഈ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതണം എന്നുള്ള ഒരു ഡ്യൂ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡ്യൂ ഡേറ്റ് കൊടുക്കുമ്പോൾ ഇതും എന്ത് ചെയ്യുന്നു? കുട്ടികൾക്ക് ഒരു റിമൈൻഡറായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ചെല്ലും. അപ്പോൾ ഇവിടെ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ സൈഡിലും എല്ലാ സ്റ്റുഡൻസിനും, ഇപ്പോൾ ഇനി കുറച്ച് ഗ്രൂപ്പ് വൈസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാം. എല്ലാ കുട്ടികളുടെ പേര്, ഇപ്പോൾ ഞാനിവിടെ കുട്ടികളെ ആഡ് ചെയ്യാത്ത കാരണമാണ് ഇവിടെ പേരൊന്നും ഇല്ലാത്തത്. അപ്പോൾ എല്ലാ കുട്ടികളുടെ പേരുണ്ട്, ഇന്ന കുട്ടികൾക്ക് മാത്രം ഇന്ന അസൈൻമെൻറ്റ് കൊടുക്കുക എന്ന് നമുക്ക് കൊടുക്കാം. ഇനി പ്രധാനമായിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം അസൈൻ എന്ന് കൊടുക്കാൻ മറക്കരുത്. അസൈൻ എന്ന് കൊടുത്താൽ മാത്രമേ കുട്ടികൾക്ക് അത് അസൈൻ ചെയ്യുള്ളൂ. അപ്പോൾ നോക്കി നോക്ക്, ഇവിടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കണ്ടില്ലേ. ഇനി സ്ട്രീമിൽ പോയി നോക്കാം. സ്ട്രീമിൽ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു? റൈറ്റ് എ പ്രോഗ്രാം ടു ഡിസ്പ്ലേ എനി മെസ്സേജ്, അതായത് ഒരു മെസ്സേജ് കൊണ്ടുള്ള ഈ ഒരു ഐക്കൺ കണ്ടോ? ഈ ഒരു ഐക്കൺ അസൈൻമെൻറ്റിനെ കാണിക്കാനാണ്. പിന്നെ നമ്മൾക്കൊരു അനൗൺസ്മെൻ്റ് ആണ്. പിന്നെ ഇതെന്താണ്? ഒരു മെറ്റീരിയലാണ്, ഒരു ഫയൽ പോലെ. ഇതൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു ഐക്കൺ കണ്ടാൽ തന്നെ കുട്ടികൾക്ക് തിരിച്ചറിയണം, ടീച്ചർ ഇങ്ങനെ ഒരു അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കി നോക്കുന്നത് നമ്മൾ നേരത്തെ ഇതിലൊന്നും കണ്ടിരുന്നില്ല. പക്ഷേ ഇവിടെ എന്തോ ഒരു നിങ്ങൾക്ക് വെനസ്ഡേ ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാണ്ട് എന്നുള്ള ഒരു മെസ്സേജ് കുട്ടികൾക്ക് പാസ് ചെയ്തു. കണ്ടോ? റൈറ്റ് എ പ്രോഗ്രാം ഡിസ്പ്ലേ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക്. അപ്പോൾ കുട്ടികൾ അവിടെ നിന്നിട്ട് ഏതെങ്കിലും മെസ്സേജ് വായിച്ചാൽ അസൈനിൽ വരും. ആ അസൈൻമെൻറ്റ് അതായത് നമ്മൾക്ക് സബ്മിറ്റ് ചെയ്താൽ ടേൺഡ് ഇൻഡിൽ ഇത്ര കുട്ടികൾ സബ്മിറ്റ് ചെയ്തു, ഇത്ര കുട്ടികൾ ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് എന്താണ് അസൈൻമെൻറ്റ് കാണാൻ കഴിയും. ഇവിടെ നമ്മൾക്ക് റിവ്യൂ എന്നുള്ളത് എടുത്താൽ
ഓക്കെ, ഇനി തിരിച്ച് വീണ്ടും പോകണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ക്ലാസ്സസ് എടുക്കുക, +2 കൊമേഴ്സിലേക്ക് പോവാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്ട്രീമിൽ നമ്മൾക്ക് എന്തൊക്കെ കൊടുക്കാൻ കഴിയും അതൊക്കെ കൊടുക്കാൻ പറ്റും. ഇനി ക്ലാസ് വർക്ക്, നമ്മൾ ക്ലാസ് വർക്കിൽ ഇനി കാണാത്തത് ജസ്റ്റ് പോസ്റ്റ് കഴിഞ്ഞ് വീണ്ടും യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾക്കതിനെ സേവ് ചെയ്ത് വെക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഇങ്ങനെയാണ് ഒരു ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യുന്നതും ആ ക്ലാസ് റൂമിലേക്ക് കുറച്ച് ക്ലാസ് വർക്ക് ആഡ് ചെയ്തു. ഇനി കുട്ടികളെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ടീച്ചറായിട്ടുള്ള എൻ്റെ പേര് വന്നു. കുട്ടികളെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കൈറ്റ് സ്കൂൾ തന്നിട്ടുള്ള ആ ID ഇവിടെ കൊടുക്കണം. എന്നിട്ട് ഇൻവൈറ്റ് ചെയ്താൽ കുട്ടികൾ അതിന് ഓക്കെ അടിച്ചാൽ നമുക്ക് കുട്ടികളുടെ ലിസ്റ്റ് ഇവിടെ കാണാൻ കഴിയും. പിന്നെ പ്രധാനമായിട്ട് ഇതിൽ നമ്മൾ കാണുന്ന വേറൊരു കാര്യമാണ് ഗ്രേഡിൽ ഞാനിവിടെ കുട്ടികൾ ഒരു സ്റ്റുഡൻസും ഇല്ലാത്തതുകൊണ്ട് എനിക്കിവിടെ പറയാൻ പറ്റാത്തത്, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പോൾ കുട്ടികളൊക്കെ നമ്മൾക്ക് ക്ലാസ്സിൽ വന്നാൽ നമുക്കതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.